ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന 11ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞ് ഇത് പാർട്ട് 2 ആണ്. ഇതിൽ ആഫ്രിക്കൻ കോൺഗ്രസിൻ്റെ രൂപീകരണവും അതുപോലെ തന്നെ ആരാണ് നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്കയിലെ ജനത നേരിട്ട വർണ്ണവിവേചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. അപ്പോൾ ഇത് കഴിഞ്ഞൊരു പാർട്ടും കൂടെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാഠം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഈ ദക്ഷിണാഫ്രിക്കയുടെ പ്രദേശങ്ങളൊക്കെ ആരുടെ കീഴിലായി? ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ എന്തായിരിക്കും സാധാരണ? അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവർ സ്വയം ഭരണ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു? ഭരിക്കാൻ തുടങ്ങി. അവിടെ ഒരു അധികാരത്തിൽ ഒരു ഗവൺമെൻറ് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഗവൺമെൻറ് അവിടെ വന്നു. ആ ഗവൺമെൻറ് ആരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി? വെള്ളക്കാർക്ക് അനുകൂലമായിട്ടും കറുത്ത വർഗ്ഗക്കാർക്ക് എതിരായിട്ടും ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. അവരുടെ വ്യവസായം, ഭരണം, അതുപോലെ തന്നെ താമസം എല്ലാത്തിനെയും ബാധിക്കുന്ന നിയമങ്ങൾ. അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരും വെള്ളവർഗ്ഗക്കാരും തമ്മിലുള്ള വംശീയപരമായ വേർതിരിവുകളും ആ കാലത്ത് ശക്തമായിരുന്നു. ജനങ്ങൾക്കാണെങ്കിൽ സഞ്ചാരത്തിനോ വിദ്യാഭ്യാസത്തിനോ ഒന്നിനും അവകാശം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ അവിടെ ഒരു സംഘടന ഉടലെടുക്കുകയാണ് ചെയ്തത്. ആ സംഘടനയുടെ പേരാണ്, അവിടുത്തെ പ്രാദേശിക ജനതകൾ കൊണ്ടുവന്ന സംഘടനയായതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിൻകാലത്ത് അത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നായി മാറി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരുപാട് സമരമാർഗങ്ങൾ ആദ്യം ആവിഷ്കരിച്ചു. സാധാരണ നമ്മുടെ ഇവിടുത്തെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മുടെ ഇവിടെയും സമരമാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സമരം എങ്ങനെയായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു അല്ലേ? പിന്നീട് എന്തായി? ക്വിറ്റ് ഇന്ത്യയൊക്കെ വന്നല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ ആദ്യത്തെ സമരമുറകൾ എന്ന് പറയുന്നത് വലിയ ഒരു നിയമലംഘന സമരം, വലിയ പ്രശ്നങ്ങളില്ലാതെ. പിന്നീട് എന്താണ്? പിന്നീട് ഈ പ്രതിഷേധങ്ങളൊക്കെ അതിൻ്റെ മട്ടും മാതിരിയൊക്കെ മാറുകയാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്കെതിരായി കൊണ്ടുവന്ന, ആഫ്രിക്കക്കാർക്കെതിരായി കൊണ്ടുവന്ന നിയമങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ നിയമം ഖനി തൊഴിൽ നിയമം. അതെന്തായിരിക്കും? ഖനി തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? വിദഗ്ധരായ തൊഴിലാളികൾ എന്ത് ചെയ്തു? വെള്ളക്കാർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തു? സംഭരണം ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? അത് വെള്ളക്കാർക്ക് അനുകൂലമായിട്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ പിന്നെ അടുത്തത് കൊണ്ടുവന്നതാണ് പ്രാദേശിക ഭൂനിയമം. അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവ് എന്ന് പറഞ്ഞ് റിസർവുകൾ എന്ന് പറഞ്ഞ് എന്താണ്? പ്രത്യേകമായ പ്രദേശങ്ങൾ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? മറ്റിടങ്ങളിലൊന്നും അവർക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ല. അവർക്ക് റിസർവുകളായിട്ടുള്ള ആ പ്രദേശത്ത് മാത്രം അവർ താമസിക്കുക. എന്തൊരവസ്ഥയാണല്ലേ? അവരുടെ സ്ഥലത്ത് വന്നിട്ട് അവരെ എന്ത് ചെയ്യുക? ചൂഷണം ചെയ്യുക. അടുത്തതായിട്ടുള്ള നിയമമാണ് പ്രാദേശിക നഗരപ്രദേശ നിയമം. അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ വോട്ടർമാർക്ക് പ്രത്യേക പ്രാതിനിധ്യ നിയമം കൊണ്ടുവന്നു. അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്തു? അവരെ നീക്കം ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. ഇങ്ങനെ മാടിനെ പോലെ പണിയെടുക്കുക. അവരുടെ സമ്പത്തൊക്കെ ആര് കൊണ്ടുപോവാണ്? ബ്രിട്ടനിലുള്ള ഈ വെളുത്ത വർഗ്ഗക്കാരെ അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഇങ്ങനെ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഈ കറുത്ത വർഗ്ഗക്കാരെ വളരെയേറെ അവരെ ചൂഷണം ചെയ്യുന്നു. അവരുടെ താമസ സ്ഥലങ്ങൾ കയ്യേറുന്നു. അവരുടെ എല്ലാ സാധനങ്ങളും സമ്പത്തും കൊള്ളയടിക്കുകയാണ്. നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ആ കാലത്ത് ഈ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമൊക്കെ സ്കൂളിൽ വരുന്ന ആൾക്കാർക്ക് ഈ മിസ്സുമാർ ഒരു പേരിടും. ആ പേരാണ് അവർ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിയ പേരാണ് നെൽസൺ എന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ ഈ പേര്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ അവൻ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർക്കുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡത്തിലെ ഒരു ഭാഗമാണിത്. ഈ വിവേചനങ്ങളും ചൂഷണങ്ങളും ഒക്കെ അതിജീവിക്കാനായിട്ട് അവിടുത്തെ യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടന നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കൂടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് വാട്ടർ സിസിലു, അതുപോലെ തന്നെ ഒലിവർ തോംബോ, ഡെസ്മണ്ട് ടുട്ടു എന്നിവർ.
ആഫ്രിക്കൻ ജനത വർണ്ണവിവേചനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സമയത്തും 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ വേർതിരിവും വിവേചനവും ഒക്കെ നിയമം മൂലം എന്ത് ചെയ്തു? അവരതൊരു നിയമമാക്കി മാറ്റി. അതായത് നിയമാനുസൃതമായിട്ട് ഇവരെ ഇങ്ങനെ വേർതിരിക്കാം എന്നൊരു നിയമം കൊണ്ടുവന്നു. പാസ് നിയമം, അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പാസ് ഏർപ്പെടുത്തി. ഗ്രൂപ്പ് ഏരിയ നിയമം, അതായത് വംശത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാറ്റി. ജനസംഖ്യാ രജിസ്റ്റർ നിയമം, അതായത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്താണ് ഒരു തിരിച്ചറിയൽ കാർഡ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. ബന്ധു അധികാര നിയമം, ഇത് പ്രകാരം കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു പ്രത്യേക സ്വയംഭരണ പ്രദേശത്തെ പൗരനായി മാറുകയും അതുപോലെ തന്നെ ആഫ്രിക്ക പ്രദേശത്തുള്ള അവരുടെ പൗരത്വം റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേക സൗകര്യ സംഭരണ നിയമം, മൈതാനങ്ങൾ, ബീച്ച് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലൊക്കെ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. ബന്ധു വിദ്യാഭ്യാസ നിയമം, അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രം അനുവദിച്ചു. വർണ്ണവിവേചനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആഫ്രിക്കൻ ജനത മുക്തമായതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റിൽ അറിയിക്കുക, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്പീഡ് കൂടുതലാണോ, കുറച്ചുകൂടെ കണ്ടൻസ് ഉൾപ്പെടുത്തണോ, അതോ ഇനി ഷോർട്ട് ആക്കണോ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.